എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 മലയാളം പാഠപുസ്തകത്തിലെ എഴുത്തകം എന്ന 1-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ പാഠഭാഗമായ കിരാതവൃത്തം എന്ന കവിതയുടെ 2-ാം ഭാഗമാണ്. അപ്പോൾ കാട്ടാളൻ്റെ അച്ഛനും അമ്മയും പ്രകൃതിയും എല്ലാം നശിക്കുന്നത് കണ്ടിട്ട് ഒരു ഭാഗത്ത് അമ്പ് കൊണ്ടൊരു കരിമ്പുലിയുടെ നിസ്സഹായാവസ്ഥ പോലെയാണ് കാട്ടാളൻ നിൽക്കുന്നത്. ഇത്രയും വരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അലകടലിൻ വേരുപറിക്കാൻ കുതറി കാട്ടാളൻ. അതായത് ഈ നാട്ടാളർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അവരുടെ വേരു പറിക്കാൻ കാട്ടാളൻ കുതറുകയാണ്. അലകടൽ എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ ഒരു നിരയെയാണ് സൂചിപ്പിക്കുന്നത്. അലകടലിൻ വേരു പറിക്കാൻ കുതറി കാട്ടാളൻ എന്ന് പറഞ്ഞാൽ കാട്ടാളൻ്റെ വംശത്തെ തന്നെ ഇല്ലാതാക്കിയത് ആരാണ്? നാട്ടാളരാണ്. അപ്പോൾ ഈ നാട്ടാളരെ കൊല്ലാൻ വേണ്ടി അവരുടെ വംശത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കാട്ടാളൻ എന്ത് ചെയ്യുകയാണ്? അവരെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇതാണ് കവിതയുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. ഈ ഭാഗത്തിൽ കാട്ടാളൻ്റെ രൗദ്രഭാവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കവിതയുടെ അടുത്ത ഭാഗം നോക്കാം. ഒരു നിമിഷം തേങ്ങിക്കരയും വേഴാമ്പൽ പക്ഷി കണക്കെ മഴനീരിനു മാനം നോക്കിയിരുന്നു കാട്ടാളൻ. മാനത്തിനു മൗനം ഭ്രാന്ത സ്നേഹത്തിനു ദാഹം പെരുകി മാന്തോപ്പുകൾ ഉരുകും മണ്ണിലിരുന്നു കാട്ടാളൻ. വേഴാമ്പൽ പക്ഷി എപ്പോഴും ആകാശത്തേക്ക് നോക്കി മഴ പെയ്യുന്നത് കാത്തു നിൽക്കും. അതുപോലെ തനിക്ക് തൻ്റെ വംശത്തെയും അമ്മയെയും അച്ഛനെയും തൻ്റെ കാടിനെയും എല്ലാം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ കാട്ടാളനും ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. മാനത്തിനു മൗനം ഭ്രാന്ത സ്നേഹത്തിനു ദാഹം പെരുകി മാന്തോപ്പുകൾ ഉരുകും മണ്ണിലിരുന്നു കാട്ടാളൻ. മാനത്തിനു മൗനം എന്നൊരു വരിക്ക് 2 അർത്ഥങ്ങളുണ്ട്. ഒരു തരത്തിൽ നമുക്ക് നോക്കിയാൽ കാട്ടാളൻ്റെ പ്രതീക്ഷകളൊന്നും നടക്കുന്നില്ല എന്നൊരു അർത്ഥം പറയാം. മറ്റൊരു തരത്തിൽ നോക്കിയാൽ പാവങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് പ്രതികരിക്കാത്ത ഒരു അധികാരത്തെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഭ്രാന്ത സ്നേഹത്തിനു ദാഹം പെരുകി മാന്തോപ്പുകൾ ഉരുകും മണ്ണിലിരുന്നു കാട്ടാളൻ. അച്ഛനായ തൻ്റെ ആകാശത്തിൽ നിന്നും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് ശുഭപ്രതീക്ഷയോടെ കാട്ടാളന് നോക്കി നിൽക്കുകയാണ്. സ്നേഹത്തിന് ദാഹം പെരുകി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴാണ്? വിശക്കുമ്പോഴാണല്ലേ. നമ്മൾ വെള്ളം കുടിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ദാഹിക്കുമ്പോഴാണ്. അതുപോലെ കാട്ടാളന് തനിക്കൊരു സ്നേഹം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്നേഹത്തിനു ദാഹം പെരുകി എന്ന് പറഞ്ഞാൽ തൻ്റെ വംശത്തിൽ നിന്നും തൻ്റെ അച്ഛനിൽ നിന്നും തൻ്റെ അമ്മയിൽ നിന്നുമൊക്കെ ഒരു സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ട് കാട്ടാളൻ കാത്തു നിൽക്കുകയാണ് എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. മാന്തോപ്പുകൾ ഉരുകും മണ്ണിലിരുന്നു കാട്ടാളൻ. മാന്തോപ്പുകൾ എന്നിവിടെ വിശേഷിപ്പിക്കുന്നത് വനങ്ങളെയും മരങ്ങളെയുമാണ്. മാന്തോപ്പുകൾ ഉരുകുമെന്ന് പറഞ്ഞാൽ ഈ കാടും മരങ്ങളെയും ഒക്കെ നാട്ടാളർ എന്ത് ചെയ്തു? കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവയെല്ലാം കത്തി ഉരുകുന്ന ആ ഒരു മണ്ണിലിരുന്നിട്ട് കാട്ടാളൻ തൻ്റെ അച്ഛയിൽ നിന്നും അമ്മയിൽ നിന്നുമുള്ള സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്ക് അടുത്ത വരികൾ നോക്കാം. കരിമേഘം ചത്തുകിടക്കും കാഗോള കടലോമാനം കരിമണം കാവലിരിക്കും കടുനോവിൻ കോട്ടയിലോ ഞാൻ. ഭൂമിയിലെ ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നുമൊക്കെ വരുന്ന പുക ഒരു പരിധിവരെ ഓസോൺ പാളിക്ക് സംരക്ഷിക്കാൻ കഴിയും. അതെന്തുകൊണ്ടാണ് ഓസോൺ പാളിക്ക് അങ്ങനെ സംരക്ഷിക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? കാരണം പ്രകൃതിയിൽ ഒരുപാട് മരങ്ങളും പച്ചപ്പുകളും മലകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. പച്ചപ്പുകൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഓസോൺ പാളിക്ക് ഭൂമിയിൽ നിന്ന് വരുന്ന പുകകളും മാലിന്യങ്ങളും ഒരു പരിധിവരെ സംരക്ഷിക്കാൻ കഴിയുന്നത്. പക്ഷേ കിരാതവൃത്തം എന്ന കവിതയിൽ എന്താണ് പറയുന്നത്? നാട്ടാളരെല്ലാവരും ചേർന്നിട്ട് മരങ്ങളും പർവ്വതങ്ങളും എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മരങ്ങളും പർവ്വതങ്ങളും പച്ചപ്പ് നിറഞ്ഞ ഒന്നും ഭൂമിയിൽ അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ ഓസോൺ പാളിക്ക് സംരക്ഷിക്കാനും കഴിയുന്നില്ല. മരങ്ങളും പർവ്വതങ്ങളും എല്ലാം മുറിച്ചു മാറ്റിയിട്ട് അവിടെയൊക്കെ ഫാക്ടറികളൊക്കെ നിർമ്മിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന പുകകളും കൂടി ആയപ്പോൾ അതൊന്നും ഓസോൺ പാളിക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കരിമേഘം ചത്തുകിടക്കും. കരിമേഘം, അപ്പം മേഘം എന്താണ് ചെയ്യുന്നത്? ചത്തുകിടക്കുകയാണ്. ഒരുപാട് പുകകളെല്ലാം നിറഞ്ഞിട്ട് മേഘത്തിൽ നിന്നും മഴയും പെയ്യുന്നില്ല. ഓസോൺ പാളിയിൽ ഒരുപാട് വിള്ളലും സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ കരിമേഘം ചത്തുകിടക്കും കാഗോള കടലോമാനം. കാഗോളം എന്ന് പറഞ്ഞാൽ വിഷം എന്നാണ് അർത്ഥം. അപ്പോൾ മേഘങ്ങളെല്ലാം കരിഞ്ഞ് ചത്തു കിടക്കുന്ന വിഷം നിറഞ്ഞ കടലാണോ ഇപ്പോൾ മാനം, ആകാശം എന്നാണ് കാട്ടാളൻ ചോദിക്കുന്നത്. കരിമരണം കാവലിരിക്കും കടുനോവിൻ കോട്ടയിലോ ഞാൻ. അതായത് ഇതെല്ലാം കണ്ടിട്ട് കടുനോവിൻ, വലിയൊരു നോവിൻ്റെ കോട്ടയിലോ ഞാൻ, കോട്ടയിലാണോ ഞാൻ എന്ന് കാട്ടാളൻ സ്വയം ചോദിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വരികൾ നോക്കാം.
എവിടെൻ്റെ കിനാക്കൾ വിധിച്ചോരിടി മിന്നലു പൂക്കും മാനം, എവിടെൻ്റെ തുളസിക്കാടുകൾ ഈറൻമുടി കോതിയ സന്ധ്യകൾ. അതായത് ഇടിയും മിന്നലും നമുക്ക് തരുന്ന പ്രതീക്ഷ എന്താണ്? ഉടനെ ഒരു മഴ പെയ്യുമെന്നൊരു പ്രതീക്ഷയാണല്ലേ. അപ്പോൾ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുന്ന, മഴയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ആകാശം എവിടെ എന്നാണ് കാട്ടാളൻ ചോദിക്കുന്നത്. കാരണം മഴ പോലും പെയ്യാതെ തൻ്റെ അച്ഛനായ ആകാശം ചത്തുകിടക്കുകയാണ് അല്ലേ. കാരണം എന്താണ്? മരങ്ങളും പർവ്വതങ്ങളും എല്ലാം മുറിച്ചു മാറ്റി ഓസോൺ പാളിക്ക് ഫാക്ടറികളിൽ നിന്നുമൊക്കെ വരുന്ന പുകകൾ കാരണം ഓസോൺ പാളിക്ക് അമിതമായ വിള്ളലേറ്റ് ഒരു തുള്ളി മഴ പോലും പെയ്യാത്ത അവസ്ഥയിലാണല്ലേ ഇപ്പോൾ. എവിടെൻ്റെ തുളസിക്കാടുകൾ ഈറൻമുടി കോതിയ സന്ധ്യകൾ. എവിടെൻ്റെ തുളസിക്കാടുകൾ എന്ന് ചോദിച്ചാൽ അവിടെയുള്ള കാടുകളും. എവിടെ എൻ്റെ കാടുകൾ എവിടെ എന്നാണ് കാട്ടാളൻ ചോദിക്കുന്നത്. ഈറൻമുടി കോതിയ സന്ധ്യകൾ, അതായത് ഒരുപാട് മരങ്ങളും ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളും ഇടതൂർന്ന് വളരുന്ന മരങ്ങളുമൊക്കെയുള്ള ഇടയിലുള്ള സന്ധ്യകൾ, വൈകുന്നേരങ്ങൾ എവിടെ എന്നാണ് കാട്ടാളൻ ചോദിക്കുന്നത്. അങ്ങനെ വളരെ മനോഹാരിത നിറഞ്ഞൊരു സൂര്യാസ്തമയം എവിടെ എന്നാണ് കാട്ടാളൻ ചോദിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വരി നോക്കാം. പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങ പുല്ലുകളെവിടെ. പച്ചപ്പൈ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പുൽച്ചാടി എന്നാണ് അർത്ഥം. അപ്പോൾ പുൽച്ചാടികളൊക്കെ ചാടി നടക്കുന്ന പുല്ലുകളൊക്കെ എവിടെ എന്നാണ് ചോദിക്കുന്നത്. ആ പുല്ലുകളൊക്കെ എവിടെയാണുള്ളത്? അതൊക്കെ നാട്ടാളർ ചേർന്നിട്ട് കത്തി നശിപ്പിച്ച് കളഞ്ഞു അല്ലേ. ഇനി നമുക്ക് അടുത്ത വരി നോക്കാം. കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ, കാറ്റിൻ്റെ ചിലങ്കകൾ കെട്ടി കാട്ടാറിൽ തരിവളമുട്ടി, കാടത്തികൾ ചോലമരത്തിൽ ചോട്ടിൽ ചുവടൊത്തുകളിക്കെ, കരിവീട്ടി കാതൽ പിണഞ്ഞും കൺപീലി കാടുവിടർന്നും കവിളത്തഴകേഴു വളഞ്ഞും പുഞ്ചായൽ കെട്ടുകളൂർന്നും ഉടലിളകിയ രക്കെട്ടിളകി മുലയിളകി കാർമുടി ചിതറി, കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിൽ ചുവടൊത്തുകളിക്കെ, മുളനാഴി നിറച്ചോ പഴഞ്ചാറൊരു മോന്തിനു ലഹരി പിടിച്ച മാഞ്ചോട്ടിൻ താളം കൊട്ടി തലയാട്ടിയ ഞാനിന്നെവിടെ. ഭംഗിയുള്ള കാടുകളും പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് കാട്ടാളൻ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്. ആദ്യകാല മനുഷ്യൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് തൻ്റെ കാട്ടിലാണല്ലേ. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും നൃത്തം ചെയ്തും ഗാനങ്ങൾ ആലപിച്ചും ഒന്നിച്ചു ചുവട് വെച്ചുമെല്ലാം അവർ ആസ്വദിച്ച് നടന്നിരുന്നു. കാടിൻ്റെ ഇടയിൽ ഒത്തുകൂടി കളിക്കുമ്പോൾ മുളനാഴിയിൽ പഴഞ്ചാറ് നിറച്ച് കാട്ടാളനും ഒത്തുകളിക്കുമായിരുന്നു. അത്രത്തോളം സന്തോഷവാനായ കാട്ടാളൻ ഇന്ന് എവിടെ പോയെന്ന് അയാൾ സ്വയം ചോദിക്കുകയാണ്. അത്തരത്തിൽ മനോഹരമായ കാട്ടാളൻ്റെ ദിനങ്ങളുമെല്ലാം കാട്ടാളന് ഇപ്പോൾ ഒരു ഓർമ്മയായി മാറിയിരിക്കുകയാണ്.